ഇന്ന് നമുക്ക് കസ്റ്റർഡ് പൗഡർ ചേർക്കാതെ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റർഡ് പൗഡർ ചേർത്തുണ്ടാക്കുന്ന പോലെ തന്നെയുള്ള ഫ്രൂട്ട് കസ്റ്റേർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കുന്നതിന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ കസ്റ്റേർഡ് പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഈ കസ്റ്റേർഡ് പൗഡറിന് പകരമുള്ള ഒരു പൗഡർ തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ അപ്പത്തിനും പാലപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണിത്. പിന്നെ അതുകൂടാതെ ഒരു കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 കാഷ്യൂ നട്ടും കുറച്ച് കുങ്കുമപ്പൂ സഫ്രോണും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ കുങ്കുമപ്പൂ ഓപ്ഷണലാണ് കേട്ടോ. നല്ല ആ ഒരു നമ്മുടെ കസ്റ്റർഡ് മിക്സ്ചറിൻ്റെ ആ ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുങ്കുമപ്പൂ ചേർത്തിട്ടുള്ളത്. കുങ്കുമപ്പൂ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം യെല്ലോ ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നമുക്ക് ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ആ ചെറിയ ജാറിലേക്ക് ആ പഞ്ചസാരയും അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാഷ്യൂ നട്ടും സഫ്രോൺ സ്റ്റാൻസും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനെ നല്ല പൊടിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഇന്ന് നമ്മൾ ഈ എടുക്കുന്ന ക്വാണ്ടിറ്റി കുറച്ച് ഏറെ ഉണ്ട് കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും ചേർത്താൽ മതിയാവും. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് ആക്കി കുറേ ഏറെ നാൾ കേടൊന്നും ഇല്ലാതെ ഇരുന്നോളൂ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിൽ ഇത് മുഴുവൻ്റെ ആവശ്യമില്ല. ഇന്ന് ഞാനിവിടെ ഒരു 1 ലിറ്റർ പാല് കൊണ്ടുള്ള കസ്റ്റാർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഈ പൗഡർ ഞാനൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ബാക്കിയുള്ള നമ്മുടെ പൗഡർ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്താക്കി നമുക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് അടുപ്പിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറു ചൂടായി വരുമ്പോൾ ഇതിൽ നിന്ന് ഒരല്പം പാല് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്കൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പാല് ഒന്ന് ചെറു ചൂടായിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 1/4 കപ്പോളം പാല് ഞാൻ ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ പാലിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കസ്റ്റേർഡ് മിക്സർ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചാണ് ഒഴിക്കുന്നത്. എന്തെങ്കിലും തരി വല്ലതും ഉണ്ടെങ്കിൽ അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ ആ സഫ്രോൺ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരു ലൈറ്റ് യെല്ലോ കളറ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഫുഡ് കളർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഒരു 4-4.5 ടേബിൾ സ്പൂണോളം പൗഡറാണ്. അപ്പം മധുരം ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എനിക്കൊരല്പം മധുരം കൂടി വേണം. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. നിങ്ങളുടെ അളവിനനുസരിച്ച് പഞ്ചസാര ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് വരും. നമ്മളിത് അടുപ്പിൽ വെച്ച് ഇളക്കി കൊടുക്കുമ്പോൾ അത്ര തിക്നെസ് തോന്നത്തില്ല. പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുമ്പോൾ 1 ലിറ്റർ പാലിന് വേണ്ടുന്ന അളവാണ് എഴുതുന്നത് കേട്ടോ. പൊടിയുടെയൊക്കെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കൂടുതൽ പൊടിയും പഞ്ചസാരയൊക്കെ ആയിരുന്നു. പക്ഷേ അതല്ലാതെ കറക്റ്റ് 1 ലിറ്റർ പാലിന് എത്ര വേണമെന്നുള്ളതായിരിക്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനിവിടെ കാണിച്ച ആ പൊടിയുടെ അളവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന അളവും തമ്മിൽ കുറച്ച് വ്യത്യാസം കാണും. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റോളം ഞാനിത് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് നന്നായിട്ട് അടികൂട്ടി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഒന്ന് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. ഇതിപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂണോളം വാനില എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലൊരു വാനില ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തണുത്ത് വരുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കുന്നതിനുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞപ്പോൾ അത് ആവശ്യത്തിന് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഫ്രൂട്ട്സൊക്കെ ഏതാണെന്ന് അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇന്നിവിടെ കുറച്ച് ഗ്രേപ്സ്, അതുപോലെ മാംഗോ,
പൈനാപ്പിള്, ആപ്പിള്, പിന്നെ കുറച്ച് പോമഗ്രാനൈറ്റ്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആ ഫ്രൂട്ട്സ് എല്ലാം ഈ കസ്റ്റാർഡ് മിക്സിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിലും വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ആപ്പിളും ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പഴവോ അതുപോലെ മാങ്ങ, നന്നായിട്ട് പഴുത്ത മാങ്ങയോ ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്കപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.